ഹായ് ഓൾ, ദിസ് അഖിൽ ഫ്രം മെഡ്വെബ്. സോ ഇന്ന് നമ്മൾ ന്യൂയോർക്ക് സെഷനിൽ എക്സ്പെക്ട് ചെയ്യുന്ന മാർക്കറ്റിന്റെ അപ്ഡേറ്റ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. GBP/USDയിലും ഡോളറിലും ഗോൾഡിലുമാണ് നമ്മൾ അനാലിസിസ് നോക്കുന്നത്. ഡോളറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കറൻ്റ്ലി സ്ട്രക്ചർ 4 ഹവറിൽ സൂപ്പർ ബെയറിഷ് ആണ്. ഓൾറെഡി മാർക്കറ്റ് ഒരു 4 ഹവറിൻ്റെ ഷാർപ്പായിട്ടുള്ളൊരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ആ ഓർഡർ ബ്ലോക്കിൽ നിന്ന് നല്ലൊരു ബെയറിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് കറൻ്റ്ലി മാർക്കറ്റിൽ പ്ലേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ലിക്വിഡിറ്റീസിലേക്കായിരിക്കും നെക്സ്റ്റ് ട്രാവൽ വരിക എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി ആക്ട് ചെയ്യുന്ന 4 ഹവറിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ഫസ്റ്റ്ലി ഇപ്പോൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. ഇൻ കേസ് ന്യൂയോർക്ക് സെഷനിൽ നമുക്കൊരു റീട്രേസ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു ഏരിയ നമുക്കൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് എടുത്തുകൊണ്ട് മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഹാപ്പൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ആ തൊട്ട് മുകളിലുള്ള ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരിക്കും ആക്ട് ചെയ്ത് നല്ലൊരു ഷാർപ്പായിട്ടുള്ള ബെയറിഷ് മൂവ്മെൻറ്റ് നമുക്ക് തരുന്നത്. സോ ഇത് ബേസ് ചെയ്തുകൊണ്ട് GBP/USDയിലേക്ക് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ GBP/USDയിൽ കറൻ്റ്ലി മാർക്കറ്റ് ഒരു ബുള്ളിഷ് സിനാരിയോയിലാണ് മൂവ് ചെയ്യുന്നത്. സോ ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി ഒരു 4 ഹവറിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്നാണ് മാർക്കറ്റ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറൻ്റ്ലി 4 ഹവർ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് മാർക്കറ്റ് ആക്ട് ചെയ്തതിന് ശേഷം ബുള്ളിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, സോ 1 ഹവർ ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ ഓർഡർ ഫ്ലോയും ഷാർപ്പായിട്ട് ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെയുണ്ട്. സോ ഈ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിൻ്റെ ഒരു ഡിസ്കൗണ്ട് സോണിലേക്കുള്ള റീട്രേസ്മെൻറ്റ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ആ റീട്രേസ്മെൻറ്റ് ബേസ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് പ്രീവിയസ് വീക്ക് ഹൈയിലേക്ക് നമുക്കൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യും. ദെൻ അതിനുശേഷം ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത് ആ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു റിവേഴ്സൽ ട്രേഡ്സ് നോക്കാം. ഇൻ കേസ് ഈ ഒരു ഏരിയയിൽ എത്തി മാർക്കറ്റ് ഷാർപ്പായിട്ടൊരു റിവേഴ്സൽ തരികയാണ് എന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻ ഇവിടെ എത്തി മാർക്കറ്റ് ഷാർപ്പായിട്ടൊരു ബെയറിഷ് മൂവ്മെൻറ്റ് തരികയാണെങ്കിൽ ഒരു റിവേഴ്സൽ ട്രേഡ് നമുക്കിവിടെ എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ഗോൾഡിലേക്ക് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഗോൾഡ് കറൻ്റ്ലി ലാസ്റ്റ് ഡേ നമുക്ക് മൺഡേ നല്ലൊരു ഷാർപ്പായിട്ടുള്ള ബുള്ളിഷ് മൂവ്മെൻ്റ് ആയിരുന്നു നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ 4 ഹവറിൻ്റെ സ്ട്രക്ചറിൽ ഓൾറെഡി മാർക്കറ്റ് നല്ല ബുള്ളിഷാണ്. ഓൾറെഡി മാർക്കറ്റ് ഒരു 4 ഹവറിൻ്റെ ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്ത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം മൾട്ടിപ്പിൾ കൺഫർമേഷനോടുകൂടി നല്ലൊരു സ്ട്രക്ചർ ക്ലോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് കറൻ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു 4 ഹവറിൻ്റെ ഒരു ഈക്വൽ ഹൈയും നമുക്ക് ആ ഒരു തൊട്ട് മുകളിലായിട്ടുള്ള 3402 ഏരിയയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിന് മുകളിലായിട്ടൊരു ഓർഡർ ബ്ലോക്കും പ്രസൻ്റ് ആണ്. സോ ഇപ്പോൾ മാർക്കറ്റ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു 4 ഹവർ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഏരിയ ഹോൾഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കറൻ്റ്ലി നല്ല ഷാർപ്പായിട്ടുള്ളൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം. ആ ഒരു 3400 ഏരിയയിലേക്ക് ന്യൂയോർക്ക് സെഷനിൽ മേ ബി താഴേക്കൊരു റീട്രേസ്മെൻറ്റ് വന്നതിന് ശേഷമായിരിക്കും ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് 3417 ഏരിയയിലോട്ട് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇൻ കേസ് ഇന്ന് നമുക്ക് ഇതുപോലെയുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ മേ ബി ഇന്നത്തെ മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിൽ ബെയറിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവും. ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഏരിയയിലേക്ക് മാർക്കറ്റ് റിയാക്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു എൻട്രി എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് മാർക്കറ്റിലെ ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകളിൽ എത്തുന്ന സമയത്ത് നിങ്ങളുടേതായ ലോ ടൈം ഫ്രെയിം എൻട്രി കൺഫർമേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് എൻട്രീസ് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്.